അച്ഛന്റെ കുടുംബത്തിലല്ല ചത്തത്. ഇവിടെ ഞങ്ങളെ പോലെ ഒരു വ്യക്തിയാണ് മരിച്ചത്. അത് ഞങ്ങൾ തീരുമാനം അറിഞ്ഞിട്ടേ പോകുള്ളൂ. അച്ഛൻ കൂടുതൽ ഉണ്ടാക്കണ്ട, വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഏയ് പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതിനിധികളിൽ 10-15 ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറുമായിട്ട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഞങ്ങളെല്ലാം പോയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ MLA ായിട്ടും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് ജനങ്ങളെന്നോ സർക്കാരെന്നോ വ്യത്യാസമില്ലാതെ സർക്കാർ എന്ന നിലയിലും ജനങ്ങളെന്ന നിലയിലും ജനങ്ങളും സർക്കാർ ഒരുമിച്ചും നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് പതുക്കെ ഇറങ്ങി ഓ കറക്റ്റ്. അതെ, ഫസ്റ്റ് തവണ ചെയ്തത് ആരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ചെയ്തെന്ന് നമുക്കറിയാം. രണ്ടാമതൊരു തീരുമാനം ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയില്ലല്ലോ ഇവിടെ എങ്ങനെ ഏത് രീതിക്ക് ചെയ്യണമെന്ന് സർക്കാർ കിടക്കാത്ത കാര്യം. അതാണ് ചെയ്യാൻ പോകുന്നത്. 47 കോടി അനുവദിച്ചെന്ന് പറയുന്നത്. അതിൽ ഇതുവരെ ഈ മരണത്തിന് ശേഷമാണ് ഇപ്പൊ ഈ പൊഴിയുടെ ആരംഭിച്ചത്. ഇനി പണി ആരംഭിച്ചത് ഇപ്പൊ വീണ്ടും ആരംഭിച്ചത് ഈ മരണത്തിന് ശേഷമാണ്. അതിന് മുമ്പ് 2 മാസം 3 മാസം അത് വെറുതെ. അപ്പൊ വെറുതെ മൊത്തം അത് പണി ചെയ്ത് തീർത്തു എന്നാണ് നമ്മുടെ ജോലി. പണി ചെയ്ത് തീർത്താറുണ്ട്. 147 കോടിയുടേതും പണി ചെയ്തു. ഇപ്പൊ നമ്മൾ അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് കൊണ്ട് ഒരു പുതിയ മന്ത്രിസഭ അംഗമെന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായത്തിനടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഉറപ്പ് തരികയാണ് കേട്ടോ. നമുക്കെന്താ തീരുമാനം ഉണ്ടായി? അച്ഛന്റെ കുടുംബത്തിലല്ല ചത്തത്. ഇവിടെ ഞങ്ങളെ പോലെ ഒരു വ്യക്തിയാണ് മരിച്ചത്. അത് ഞങ്ങൾ തീരുമാനം അറിഞ്ഞിട്ടേ പോകുള്ളൂ. അച്ഛൻ കൂടുതൽ ഉണ്ടാക്കണ്ട, വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയത്. അതിന് ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിടാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ പറയണം. അവർ ഒരുപാട് വാക്ക് പറയട്ടെ. അവർ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയണം. ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അവർക്ക് ചാൻസ് കൊടുക്കാം. ഞാൻ പറയട്ടെ, ഇത് അധികാരം അങ്ങനല്ല. ഇത് ആദ്യമായിട്ടല്ല അവർ ഭരിക്കുന്നത്. എനിക്കറിയാം അവരിപ്പോ പറയുന്നത്
മനസ്സിലായോ? സഹോദരി കരം പിടിച്ച് മരിച്ചപ്പോഴും ഇവർ ഇതുപോലെ ആമ്പുലൻസിൽ ജോലിയെ കൊടുക്കുള്ളൂ. അവരെ കടൽ പണിക്കാതെ എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് അവർ കൊടുത്തില്ല മോനെ. ആ മക്കൾ ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പെട്ടെന്ന് ഇരയാവൂല. മന്ത്രി ആവശ്യങ്ങൾ കേട്ടില്ലെന്ന് പ്രതിഷേധക്കാർ. ആവശ്യങ്ങൾ കേൾക്കാതെ